ഇന്ന് പ്രോസ്റ്റ് പറഞ്ഞ് എങ്ങോട്ടാണെന്നല്ലേ, മ്യൂണിക്കിലെ മ്യൂൺചെനർ ഫ്രൈഹൈറ്റിലുള്ള ഷ്വാബിങ്ങർ ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ് കേട്ടോ. കഥകൾ പറയുന്നതിന് മുന്നേ കുറച്ച് മ്യൂസിക് കേൾക്കാം. മ്യൂസിക് കേട്ട് എല്ലാവരും ആസ്വദിച്ച് ഗ്ലൂവൈനും കിണ്ടപ്പുഞ്ചും ഒക്കെ കുടിച്ച് എൻജോയ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് ക്രിസുമുണ്ട്. ക്രിസും ഞാനും ഡി ജെയും കൂടിയാണ് ഇന്ന് ഈ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വേണ്ടി വന്നേക്കുന്നത്. ഡി ജെയുടെ കയ്യിൽ ആസ് യൂഷ്വൽ ചെസ്നട്ടാണ് കേട്ടോ, ഇവിടെ മറൂണി എന്ന് പറയും. Bodies had turned and the hearts in their wings, where the clouds are like headlines on a new front page sky. My tears are salt water and the moon. ഞാൻ ആ മ്യൂസിക്കിൻ്റെ വീഡിയോ ഇത്രയും ലോങ് ആയിട്ട് വെച്ചത് പിന്നെ എപ്പോഴെങ്കിലും ഈ വീഡിയോ കാണുമ്പോൾ എനിക്കൊരു നല്ല മെമ്മറി ആയിരിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. ഞങ്ങളങ്ങനെ വിശന്നിട്ട് സോസേജൊക്കെ വാങ്ങി കഴിച്ചു. അതിനുശേഷം ചുമ്മാ ഒന്ന് നടക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ ഒരു ഫ്ലവർ വേസ് കണ്ടത്. ആ ട്യൂലിപ്സ് വെച്ചേക്കുന്ന ഫ്ലവർ വേസിൻ്റെ വില 1200 യൂറോ. അത് നാട്ടിൽ 1,00,000 രൂപ ഓർ 1,20,000 രൂപയ്ക്ക് അടുത്താണ് കേട്ടോ. ഹാൻഡ് വർക്ക് ചെയ്തതായതുകൊണ്ടായിരിക്കാം ഇത്രയും കോസ്റ്റ്. അങ്ങനെ ഞങ്ങളെല്ലാം എക്സ്പ്ലോർ ചെയ്ത് നടന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ കാണുന്ന സെക്കൻഡ് സാധനം ഫോയർ സാങ്കിൻ ബൗളെ എന്ന് പറഞ്ഞ സംഭവം വാങ്ങാമെന്ന് വിചാരിച്ചത്. അതായത് ഗ്ലൂവൈൻ്റെ മുകളിൽ ആൽക്കഹോളിൽ ഡിപ്പ് ചെയ്തിട്ടുള്ളൊരു ഷുഗർ ക്യൂബ് വെക്കും, എന്നിട്ട് അത് ഈ കാണുന്ന പോലെ കത്തിക്കും. അപ്പം അതിലുള്ള ആൽക്കഹോൾ മൊത്തം കത്തിപ്പോകും, നമ്മുടെ ഡ്രിങ്കിലേക്ക് വരില്ല. പക്ഷേ ആ കത്തുന്ന സമയത്ത് ഷുഗർ മെൽറ്റായിട്ട് നമ്മുടെ ഡ്രിങ്കിലേക്ക് വീഴും. സോ ആ കുടിക്കുന്ന ഗ്ലൂവൈൻ ഓർ കിണ്ടർപുഞ്ച് ആ സംഭവത്തിന് കുറച്ചും കൂടെ ഷുഗറി ടേസ്റ്റ് ആയിരിക്കും. ചുമ്മാ ഒരു രസം ഇങ്ങനെ ചെയ്യുമ്പോൾ. ഞാനും ഡി ജെയും ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അത്ര കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് 2 എണ്ണേ വാങ്ങിയുള്ളൂ. ഒന്ന് ക്രിസ് കുടിച്ചു, ഒന്ന് ഞാനും ഡി ജെയും കൂടെ ഷെയർ ചെയ്തു. അപ്പം ആസ് യൂഷ്വൽ പറയുന്ന പോലെ നമ്മൾ പ്രോസ്റ്റൊക്കെ ചെയ്ത് കുടിച്ചു. അതെ, സ്വീറ്റാണ്, നല്ല സ്വീറ്റാണ്. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിലാണ്. ലാംഗോഷ് എന്ന് പറഞ്ഞ സംഭവം വാങ്ങാമെന്ന് ഓർത്തു. ഈ ചേട്ടനോട് ഞാൻ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി അടിപൊളിയായിട്ട് എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു. ഞാൻ കടിച്ചിട്ട് ചീസിലേക്കൊന്നും എത്താൻ പറ്റുന്നില്ല, കുറച്ചുകൂടി കടിച്ചെത്തണം. ലാംഗോഷ് ഒക്കെ കഴിച്ച് ഞാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങി. ഇത് മ്യൂൺചെനർ ഫ്രൈഹൈറ്റിലെ ഊബാൻ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ്. അവിടെ ഒരു ബ്ലൂമൻ ഷോപ്പുണ്ട്, ഫ്ലവർ ഷോപ്പുണ്ട്. ഫ്ലവറിന് ജർമ്മനിൽ ബ്ലൂമൻ എന്നാണ് പറയുന്നത്. എനിക്കിത് കണ്ടപ്പോൾ വീഡിയോ എടുക്കാണ്ടിരിക്കാൻ തോന്നിയില്ല, കാരണം അത്ര ഭംഗിയില്ലേ കാണാൻ. അതുപോലെ ഈ ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് ഒക്കെ സ്റ്റിൽ അവിടെ ഉണ്ടായിരുന്നു. ഈ സീസൺ കഴിയുമ്പം ഇതൊക്കെ പോകുമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട്. എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സീസണാണ് വിൻ്റർ അല്ലെങ്കിൽ ക്രിസ്മസ് സീസൺ തന്നെ. ഈ ട്രീസൊക്കെ എനിക്ക് തോന്നുന്നത് പ്ലാസ്റ്റിക് ആണെന്ന് കേട്ടോ, ഇതൊന്നും റിയൽ അല്ലായിരുന്നു. അതുപോലെ ഞങ്ങൾ വന്ന സമയത്ത് ഒരുപാട് തിരക്കില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. മരീൻ പ്ലാറ്റ്സിലും ഈ പറഞ്ഞ പോലെ മ്യൂൺചെനർ ഫ്രൈഹൈറ്റിലും ഒന്നും അല്ലാണ്ട് ഒരുപാട് ക്രിസ്മസ് മാർക്കറ്റ്സ് മ്യൂണിക്കിലുണ്ടെങ്കിൽ പോലും തിരക്ക് കുറഞ്ഞ സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചായിരുന്നു ഞങ്ങൾ ക്രിസിനെ കൂട്ടിയിട്ട് ഇവിടെ വന്നത്. ഞങ്ങൾ വന്നപ്പം ഒട്ടും തന്നെ തിരക്കില്ലെങ്കിലും പിന്നെ ഈ കാണുന്ന പോലെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സീസൺ ആകുമ്പം ആൾക്കാർ തണുപ്പാണെങ്കിലും വീട്ടിലിരിക്കാണ്ട് മാക്സിമം ഇങ്ങനെ പുറത്തിറങ്ങി ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ പോയി ഒരു ഗ്ലൂ വൈനൊക്കെ കുടിച്ച് ക്രിസ്മസ് മാർക്കറ്റിൽ ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്യാറുണ്ട്. എല്ലാവരും എന്നോട് ചോദിച്ചു, കുറേ പേര് ചോദിച്ചു എന്തിനാണ് ക്രിസ്മസ് മാർക്കറ്റിൽ ഇങ്ങനെ പോകുന്നതെന്ന്. ആക്ച്വലി പോകുന്നതിൻ്റെ മെയിൻ റീസൺ നമ്മൾ വീട്ടിലിരുന്ന് ബോറടിക്കാണ്ടിരിക്കാനാണ് കേട്ടോ. അതാ സ്നോ പെയ്യാൻ തുടങ്ങി. എങ്ങനെയുണ്ട് കാണാൻ? പക്ഷെ ഇത് റിയൽ സ്നോ അല്ല കേട്ടോ, ഒരു ഷോപ്പിൻ്റെ അവിടുന്ന് ഇങ്ങനെ എന്താ പറയണ്ടേ, സ്നോ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു പ്രോസ്റ്റും കൂടെ പറഞ്ഞ് അതിനുശേഷം ക്രിസിനെ യാത്രയാക്കി. ക്രിസിൻ്റെ ട്രെയിനിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ഡി ജെയും കൂടെ തിരിച്ചു വന്നിട്ട് ഈ പറയുന്ന സംഭവം കഴിച്ചു. ഡാംഫ് നൂഡിൽ എന്നാട്ടോ ഇതിന് ജർമ്മനി പറയുന്നത്. ബേസിക്കലി ഒരു ബൺ പോലത്തെ സംഭവത്തിൽ വാനില സോസ് ഒഴിച്ചിട്ട് കഴിക്കുന്നതാണ്. ഞാൻ ഫസ്റ്റ് ഇത് യൂണിവേഴ്സിറ്റിയിൽ നിന്നായിരുന്നു കഴിച്ചത്. പിന്നെ
DJ വന്ന സമയത്ത് ക്രിസ്മസ് മാർക്കറ്റിൽ പോയപ്പം കഴിച്ച അവനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഇത് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ആണ്. ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കലാണ് മെയിനായിട്ടുള്ള പരിപാടി. ഇതൊക്കെ ഈ സീസണിൽ മാത്രമേ കാണത്തുള്ളൂ. നമ്മളെ മുകളിൽ കാണാൻ കണ്ടോ നമ്മൾ നടക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ഇന്ന്? നല്ല ദിവസമായിരുന്നു ക്രിസിൻ്റെ കൂടെ. ഒരു ഷോർട്ടായിട്ട് ഇടാമെന്ന് വിചാരിച്ച് നീണ്ടുപോയ മറ്റൊരു വീഡിയോയും കൂടിയാണ് കേട്ടോ ഇത്. അപ്പം എല്ലാവർക്കും ബൈ ബൈ.